യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അന്ത്യനാളുകളെ വെളിപ്പെടുത്തുന്ന ഒരു പുതിയ നിയമ വേദഭാഗമാണ് വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവുകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. രണ്ടാമതൊരു ദൂതൻ വന്നു പറഞ്ഞു, മഹാബാബിലോൺ വീണുപോയി, ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലംപതിച്ചു. മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിൻ്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും. വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. ശുദ്ധീകരണ സ്ഥലത്തിലെ കഷ്ടത അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കൾക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അങ്ങയുടെ ദിവ്യസുതനായ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തം ലോകമെങ്ങും ഇന്ന് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ വിശുദ്ധാത്മാക്കൾക്കായും എല്ലായിടത്തുമുള്ള പാപികൾക്കായും ആഗോള സഭയിലും എൻ്റെ ഭവനത്തിലും കുടുംബത്തിലുമുള്ള എല്ലാ പാപികൾക്കുമായി ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.